ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിയായ മുതിർന്ന CPM നേതാവ് A. പത്മകുമാറിനെതിരായ നടപടി തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം യോഗത്തിൽ പങ്കെടുക്കും. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം നടപടി വന്നാൽ പലതും തുറന്നു പറയാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മകുമാർ. ശബരിമല വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള പല ഉന്നതരുടെയും പേരുകൾ താൻ പുറത്തുവിടുമെന്നും പത്മകുമാർ സൂചന നൽകിയിട്ടുണ്ട്. കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. കടുത്ത നടപടി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ കയ്യിൽ സമ്മർദ്ദതന്ത്രങ്ങൾ പലതാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പത്മകുമാർ പുറത്തുവിട്ടും കഴിഞ്ഞു. ഒരുപക്ഷെ CPM വൈകി വന്ന വിവേകം നേരത്തെയായിരുന്നുവെങ്കിൽ മറ്റു ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേനെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതേ സ്വപ്ന, തീർച്ചയായും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം ഏതാണ്ട് 10 മണിയോടെയാണ് ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിക്കുക. മുതിർന്ന നേതാക്കളടക്കം തോമസ് ഐസക്, VN വാസവൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് തീരുമാനിക്കുക എന്നൊരു കാര്യം ഉണ്ടാവുക. നേരത്തെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് മുന്നോടിയായി അദ്ദേഹത്തിനെ ചുമതലകളിൽ നിന്ന് നീക്കുന്ന ഒരു നടപടി മാത്രമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ CPM വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ഒക്കെ ഇത്തരത്തിൽ പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ പ്രവൃത്തി മൂലമാണ് എന്നടക്കം താഴെത്തട്ടിൽ നിന്നും ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ പത്മകുമാറിനെതിരെയുള്ള നടപടികൾ എന്താണ് എന്ന ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയോ ചെയ്യേണ്ടി വരും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. താഴെത്തട്ടിലുള്ള അണികൾക്ക് ഉൾപ്പെടെയുള്ള ഒരു അഭിപ്രായമാണ് ഇത്. ഈ പത്മകുമാറിനെതിരെയുള്ള ഒരു നടപടി നേരത്തെ തന്നെ അവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. മറ്റ് പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ലല്ലോ എന്ന ഒരു വിമർശനം പാർട്ടി കേൾക്കേണ്ടി വന്നിരുന്നു. അത് ഒക്കെ ബന്ധപ്പെടുത്തി തന്നെ ഇന്ന് ഒരു നിലപാട് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതല്ല, ഇനി മറിച്ച് അദ്ദേഹത്തിനെതിരെ ചെറിയ നടപടികൾ ഒതുക്കുമെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാര്യം മുന്നിൽ കണ്ടാണോ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമ്മർദ്ദതന്ത്രം ഉൾപ്പെടെ ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനയാണ് അടക്കമുള്ള കാര്യങ്ങളും മറ്റൊരു തരത്തിൽ വിചാരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഇന്ന് ഈ നടപടി എടുക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു വരുന്നു. ഈ യുവതീ പ്രവേശനത്തിൽ തന്നെയും അതുപോലെ ADGP ശ്രീജിത്തിനെയും അടക്കം ഈ സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇത് കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് നടത്തിയത്. അത്തരത്തിൽ ഇതിന് മുകളിൽ പ്രവർത്തിച്ച ചില ഉന്നതരുണ്ട് എന്നടക്കം ഇദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പുപാളി എന്ന് എഴുതിയത് താനല്ല, അത് മറ്റ് ചില ഉന്നതരുടെ കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും പത്മകുമാർ പറഞ്ഞിരുന്നു. ആ ഉന്നതൻ ആരാണ്? നേരത്തെ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസ് തീർച്ചയായും അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദതന്ത്രങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം തള്ളിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകൾ. പക്ഷേ ഈ തുടക്കം മുതൽ തന്നെ പത്മകുമാറിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് നൽകുന്ന ചില സൂചനകൾ. താൻ കുടുങ്ങുകയാണെങ്കിൽ താൻ ഒറ്റയ്ക്കായിരിക്കില്ല ഇതിൽ കുടുങ്ങുക, അല്ലെങ്കിൽ ദൈവതുല്യരായവർക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്നതടക്കം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.